ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയമാണ് ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വന്നാലും കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച 8 സീറ്റിലും ജയിക്കും എന്നാണ് ഞങ്ങൾ കണക്കാക്കിയത്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടിയുണ്ടായി. ഞങ്ങൾ 3 മണ്ഡലങ്ങളിലാണ് ജയിച്ചത്. അത് ചേർത്തല, അതുപോലെ തന്നെ മാവേലിക്കര, പിന്നെ ചെങ്ങന്നൂരാണ്. ഞങ്ങളുടെ പോളിങ്ങിന് ശേഷം മൊത്തം വോട്ട് പോൾ ചെയ്തതിന് ശേഷം ഞങ്ങളൊരു കണക്കെടുക്കും. ആ കണക്ക് സാധാരണ തെറ്റാറില്ല. പോളിങ്ങിന് ശേഷം എടുക്കുന്ന ആ കണക്ക് ഏതാണ്ട് വോട്ടെണ്ണുമ്പോൾ അത്രയും വോട്ട് തന്നെ ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലത്തിൽ, ഒന്ന് ചേർത്തല മണ്ഡലത്തിൽ അവർ 80,000 വോട്ട് കിട്ടുമെന്ന് ആണ് പറഞ്ഞെങ്കിൽ 84,000 വോട്ട് അവിടെ ലഭിക്കുകയുണ്ടായി. മാവേലിക്കരയിലും അതുപോലെ തന്നെ അവർ പറഞ്ഞതിനേക്കാൾ 3,000 വോട്ട് കൂടുതൽ കിട്ടി. എന്നാൽ ബാക്കിയുള്ള ചെങ്ങന്നൂരും അവർ പറഞ്ഞതിനേക്കാൾ കുറച്ചോട്ട് കുറവാണ്. ബാക്കി മണ്ഡലങ്ങളിലെല്ലാം പോളിങ്ങിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞ വോട്ടിനകത്ത് 8,000 വരെ 8,500 വോട്ട് വരെ മാറിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഞങ്ങളുടെ തന്നെ സഖാക്കൾ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് കണക്കാക്കിയ ആ വോട്ടിൽ നിന്നാണ് ഈ ചോർച്ച വന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ മാറിപ്പോയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചെയ്യുമെന്ന് പറയുകയും ചെയ്യുമെന്ന് ഉറപ്പായി പറഞ്ഞ് പോളിംഗ് ബൂത്തിൽ വന്നുകയും വോട്ട് ചെയ്യുകയും ചെയ്ത ചില ആൾക്കാർ മാറി വോട്ട് ചെയ്തു. ഒരു മണ്ഡലത്തിൽ LDFന് ലഭിക്കേണ്ട 8,000 വോട്ട് നേരെ തിരിച്ച് UDFിലേക്കാണ് പോകുന്നതെങ്കിൽ പരാജയപ്പെടാൻ വേറെ കാര്യമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് കരുതിയ വോട്ട് മാറിപ്പോകാത്തല്ല, അത് UDFിലേക്ക് പോയിരിക്കുന്നു. ഇത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ള പരിശോധനയാണ് ഞങ്ങൾ നടത്തുന്നത്. ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഞങ്ങളുടെ വോട്ട് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് BJPക്കാരും മണ്ഡലത്തിലൊക്കെ മാറി ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. പലയിടത്തും ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ BJPക്കാർ UDFന് തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം സാധാരണ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ വന്ന ഈ ഒരു കുറവാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണം. ഇത് എന്തുകൊണ്ട് എന്നുള്ളത് വസ്തുതാപരമായി പരിശോധിക്കുക എന്നുള്ളതാണ്. പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുക എന്നുള്ളതാണ്. തിരുത്തേണ്ടി വരും. അതിലെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പാർട്ടിയുടെ ഏതെങ്കിലും ഇടപെടൽ, ജനങ്ങളുമായിട്ട് ഇടപെടൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വസ്തുനിഷ്ഠമായി വളരെ കൃത്യമായിട്ട് പരിശോധിക്കുകയും ആ പരിശോധിച്ചിട്ട് ആവശ്യമായി തിരുത്തൽ വരുത്തുകയുമ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം ഇനി തിരുത്തൽ വരുത്തണം, ഈ ആവശ്യമായി തിരുത്തൽ വരുത്തണം. ഞങ്ങൾ തെറ്റുതിരുത്തൽ പ്രക്രിയ ഞങ്ങൾ ആരംഭിച്ചുവെങ്കിലും അത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി ഞങ്ങൾ പരിശോധിക്കുകയും ആവശ്യമായ തിരുത്തൽ നടത്തി തുടർന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭ സമരങ്ങളും പോരാട്ടങ്ങളും സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുവേണ്ടി പ്രവർത്തനത്തോട് നീങ്ങും. ഈ അമ്പലപ്പുഴയിൽ സർവ്വസംഘടനാ സംവിധാനങ്ങളും സുധാകരനെതിരെ ഇറക്കിയിരുന്നു. എന്നിട്ടും വലിയ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ ജയിച്ചത്. അത് സ്വാഭാവികമല്ലേ? അമ്പലപ്പുഴയിൽ സ്വാഭാവികമായിട്ടും CPMന്റെ കൂടെ നിന്ന ഒരാൾ CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് UDFന്റെ പിന്തുണയോടി തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ വന്നായാൽ സ്വാഭാവികമായിട്ട് അതിനെ എതിർക്കുമല്ലോ. എത്രയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തിയതാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് അവിടെയും സംഭവിച്ചു. ആ മണ്ഡലത്തിലും അടക്കം നമുക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ കുറേ വോട്ട് മാറിപ്പോയി. BJPയുടെ വോട്ട് കിട്ടി എന്ന് മാത്രം, BJPയുടെ മാത്രമല്ല പലരുടെയും വോട്ട് അദ്ദേഹത്തെ സമാഹരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ഭൂരിപക്ഷം വന്നത്. CPM വോട്ട് കുറേ പോയി, കുറച്ച് വോട്ട് പോയി. ഞങ്ങൾക്ക് അതാ പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുമെന്നും പറഞ്ഞ് അവസാനം എഴുതി തന്ന വോട്ടിനകത്ത്
കുറേ വോട്ട് മാറിപ്പോയി. ഈ സുധാകരൻ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രിമിനൽസും അടക്കം പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ അംഗീകരിച്ചു. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്താ ക്രിമിനൽസ്? ക്രിമിനൽസ് എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് കാണുമായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അങ്ങനെ ക്രിമിനലുകൾക്ക് നിൽക്കാനൊക്കെ പോകും. അതൊക്കെ വെറുതെ ചുമ്മാതെ പറയുന്നത്. ക്രിമിനലുകൾ ആരാണ് ക്രിമിനലുകൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ഇവിടെ നിന്നപ്പം ആലപ്പുഴയിൽ നിന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് മുഴുവൻ പേരും. അവരൊക്കെ ക്രിമിനലാണെന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിമിനലെ കൊണ്ടുവന്നതിന് ഉത്തരവാദിത്തം ഇല്ലേ? ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നതിന് അവർ പുള്ളി പറയുന്ന ക്രിമിനലുകളെല്ലാം എന്ന് വെച്ചാൽ പുള്ളി ഇവിടെ നിന്നപ്പോഴത്തേക്ക് പാർട്ടിയിൽ വന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെല്ലാം ക്രിമിനലുകളാണ് എന്ന് അദ്ദേഹം പറയുന്നതെങ്കിൽ അതിന് ഉത്തരവാദിത്തം പുള്ളിക്ക് തന്നെയാണ്. ഈ പാർട്ടിയിലേക്ക് ക്രിമിനലുകളെ കൊണ്ടുവന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം അത് തന്നെയാണ്. അത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ള ക്രൂരതായിരുന്നു. പാർട്ടിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ക്രിമിനൽ കടന്നു വരുന്നത് തടയുമല്ലോ. ക്രിമിനലുകൾ വരുന്നത് തടയും. അങ്ങനെ ക്രിമിനൽ വന്നു കഴിഞ്ഞാൽ അവർ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത്. അത് അദ്ദേഹം ചെയ്തില്ലല്ലോ. അദ്ദേഹം കൊണ്ട് വേറെ അല്ലേ ഇത്ര കടന്നാൾ വരെ അദ്ദേഹമല്ലേ ഈ ജില്ലയിലെ പാർട്ടിയുടെ നേതാവും. അദ്ദേഹത്തിൻ്റെ കാലത്ത് വന്നവരല്ല ഇതല്ല. ഇപ്പോൾ ഈ 10 വർഷത്തിന് മുമ്പ് അദ്ദേഹം ഇവിടുത്തെ നേതാവായിരിക്കുന്ന സമയത്ത് പാർട്ടിയിൽ കൊണ്ടുവന്ന ഈ ക്രിമിനൽ അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അവർ ക്രിമിനലാണെങ്കിൽ അവരെ ക്രിമിനലാക്കിയെങ്കിൽ അതിന് ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്, മനസ്സിലല്ലേ? എന്നിട്ട് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പക്ഷേ ഞാൻ ജില്ലാ സെക്രട്ടറിയായിട്ട് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള പരമാവധി ആൾക്കാരെ തിരുത്താൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പുള്ളി കൊണ്ടുവന്ന ക്രിമിനലുകളെ പലതിനെയും ഞങ്ങൾ തിരുത്തി നല്ല കമ്മ്യൂണിസ്റ്റാക്കി ഞങ്ങൾ മാറ്റുകയാണ് ചെയ്തത്. ആ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന പോലെ അദ്ദേഹം കൊണ്ടുവന്ന ക്രിമിനലുകളൊന്നും ഇപ്പോൾ ആ ക്രിമിനലായിട്ട് തുടരുന്നില്ല. അവരെല്ലാം തിരുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രൂപത്തിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നമില്ല.